ഇൽമുൽ ബദിയിലെ രണ്ട് ഭാഗങ്ങളാണ് അൽ മുഹസ്സനാത്തുൽ ലഫ്ലിയ വൽ മുഹസ്സനാത്തുൽ മാനവിയ. അൽ മുഹസ്സനാത്തുൽ ലഫ്ലിയയിലെ 3 ഭാഗങ്ങളാണ് ജിനാസ്, ഇഖ്തിബാസ്, സജർ. അതിൽ ജിനാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ മുഹസ്സനാത്തുൽ ലഫ്ലിയ എന്ന് പറയാൻ കാരണം ഇതിൽ ലഫ്ലിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഹസ്സനാത്തുൽ ലഫ്ലിയ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റാണ് ജിനാസ്. ജിനാസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ രണ്ട് ലഫ്ലുകൾ ഒരേ രൂപത്തിലാണ്. പക്ഷേ അതിൻ്റെ ഒരേ രൂപത്തിലുള്ള രണ്ട് ലഫ്ലുകൾ, പക്ഷേ അവർ അർത്ഥം നോക്കിയാൽ, അതിൻ്റെ ആശയം നോക്കിയാൽ വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ മീനിങ് വ്യത്യസ്തമായിരിക്കും, പക്ഷെ ലഫ്ലുകൾ ഒരേ രൂപത്തിലാണ്. അതിനാണ് ജിനാസ് എന്ന് പറയുന്നത്. അത് 2 വിധത്തിലുണ്ട്. താമ്, വയറു താമ്. താമ് എന്ന് പറഞ്ഞാൽ രൂപം എല്ലാം കൊണ്ടും ഒരേ രൂപത്തിലുള്ള ലഫ്ലുകളാണെങ്കിൽ, രണ്ടും എല്ലാം കൊണ്ടും ഒരേപോലെയാണെങ്കിൽ അതിനാണ് താമ് എന്ന് പറയാം. വയറു താമ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളിൽ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വയറു താമ് എന്ന് പറയും. 1 ഇഖ്തിലാഫും ഫി നൗഇൽ മാറ്റമുണ്ട്. അവ തമ്മിൽ ആദ്യത്തെ ലഫ്ലും രണ്ടാമത്തെ ലഫ്ലും തമ്മിൽ നൗഇൽ മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ വയറു താമാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മൽ യതീമ ഫലാ തഖ്ഹർ വ അമ്മ സായില ഫലാ തൻഹർ. അപ്പോൾ അതിൽ തൻഹർ, തഖ്ഹർ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരേ രൂപത്തിലാണ്, പക്ഷേ അതിൻ്റെ ഒരു അക്ഷരത്തിന് മാറ്റുന്നുണ്ട്. നൂനും ഒന്നിൽ കാഫുമാണ്. അപ്പം അത് ഇഖ്തിലാഫും ഫി നൗ ആണ്. പിന്നെ ഇഖ്തിലാഫും ഫി ഷക്കിലിൽ മാറ്റുണ്ട്. അതായത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹല്ല നഹാക നുഹാക അൻ ലൗമി ഇംറിഇന്ന. ഹല്ല നഹാക നുഹാക ഒരേപോലെയാണ് വാക്കുകൾ, പക്ഷേ ഒന്നിൽ നൂനിന് ഫത്ഹാണ്, മറ്റേല് നൂനിന് ലമ്മാണ്. ആ മാറ്റുള്ളൂ. നഹാക അതാണ് ആ മാറ്റേ അതിനുള്ളൂ. അതുകൊണ്ട് അത് ഷക്കിലിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഷക്കിലിൽ വ്യത്യാസപ്പെട്ടുകൊണ്ട് ജിനാസാണ്, പക്ഷെ താമല്ല, ഒയറു താമാണ്. പിന്നെ അതതിൽ മാറ്റം വരിക, അതിൻ്റെ എണ്ണത്തിൽ. രണ്ടും ഒരേ വാക്കായിരിക്കും, പക്ഷെ എണ്ണത്തിൽ ചെറിയ മാറ്റം വരിക. ചിലപ്പോൾ ഒന്ന് ജം ആയിരിക്കും, ഒന്ന് മുഫ്രദായിരിക്കും. അങ്ങനെ ചെറിയ മാറ്റം, അങ്ങനെ വന്നാലും ഒയറു താമാണ്. പിന്നെ തർക്കീബിൽ മാറ്റം വരിക. ഇപ്പം ബൈന ബനിയ, ബൈന ബന എന്ന് പറയുമ്പോൾ തർക്കീബിൽ അക്ഷരങ്ങളൊക്കെ ഒന്നാണ്, പക്ഷെ ചെറിയൊരു മാറ്റം. അതേപോലെ തർക്കീബിൽ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ തർക്കീബിൽ മാറ്റമായി. അങ്ങനെ ഈ 4 കാര്യത്തിൽ നൗഇലോ ഷക്കിലിലോ അതദിലോ തർക്കീബിലോ ഈ 4ലും മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജിനാസ് താമാണ്. മാറ്റം ഏതിലെങ്കിലും ഒന്നിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് വയറു താമാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് ഇഖ്തിബാസ്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നസറിലോ ഷീറിലോ അല്ലെങ്കിൽ ആരുടെങ്കിലും വാക്കുകളിലൊക്കെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഉള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പ്രയോഗിക്കുക. അത് ഖുർആനിൽ നിന്നുള്ളതാണ് എന്ന്, ഇത് അള്ളാഹുവിൻ്റെ ആയത്താണ് അല്ലെങ്കിൽ ഹദീസാണ് എന്ന് പറയാതെ പ്രയോഗിക്കുന്നതിനാണ് ഇഖ്തിബാസ് എന്ന് പറയാം. അത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കൗലി വാളിഹിം ലാ തഊറന്നക മിനൽ ളുലുമത്തി കസറത്തിൽ ജുയൂഷി വൽ അൻസാർ. അതായത് സഹായികളുടെയും സൈന്യങ്ങളുടെയും ആധിക്യം നിന്നെ ളുൽമത്തിൽ നിന്ന് വഞ്ചിക്കാതിരിക്കുക. അതായത് അവരുടെ ആധിക്യം കൊണ്ട് നീ ളുൽമ ചെയ്യാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ട് ആയത്ത് പറയാണ് ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. തീർച്ചയായും നാം നിങ്ങളെ കണ്ണുകൾ വിധി പറയുന്ന ഒരു ദിവസത്തേക്ക് നീട്ടിവച്ചേക്കുകയാണ് നിങ്ങളുടെ കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഖുർആൻ്റെ ആയത്താണ്. പിന്നെ വേറൊരു കവിയുടെ ഒരു വരി റഹലു ഫലസ്തു മുസായിലൻ അൻദ റാഹിം. അവർ യാത്ര ചെയ്തു, അവർ പോയി, എനിക്കൊരു ദിർഹം പോലും ഇല്ല, ഒരു ദിർഹം പോലും എൻ്റെ അടുത്തില്ല. അന ബാഹിയുൻ നഫ്സി അല ആതാരിഹിം. എന്നിട്ട് കഹ്ഫിലൊരു ആയത്ത പറഞ്ഞു ഞാൻ ബാഹിയുൻ നഫ്സി അല ആതാരിഹിം. അവരുടെ പിന്നാലെ അവരെ പിന്തുടരുന്നത് അപകടത്തിൽ പെടുത്താതിരിക്കട്ടെ എന്നൊരു ആയത്ത് ഇവിടെ പറഞ്ഞിരിക്കണം. അതേപോലെ ഹദീസോ ആയത്തോ ഇത് ആയത്താണ് ഹദീസാണ് എന്ന് പറയാതെ
പിന്നെ ഉപയോഗിക്കുന്നതിനാണ് ഇക്തിബാസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാഗം സജ്. സജ് എന്ന് പറഞ്ഞാൽ സജ് സാധാരണ നസറിലാണ് പറയാറുള്ളത്. നസറിൽ ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്നതാണ് സജ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലാഹുമ്മ ആഅ്തി മിൻഫകൻ ഖലഫ വ ആഅ്തി മിംസകൻ തലഫ. ഇവിടെ ഖലഫ തലഫ ഒരേ ഇതിൽ അവസാനിച്ചിട്ടുണ്ട്. ഇതിനാണ് സജ് എന്ന് പറയുക. പിന്നെ സജ് ഏറ്റവും നന്നാവുക പിന്നെ പറയുന്ന രണ്ട് സെൻറ്റൻസും ഒരേ വലിപ്പാവുക. ഇപ്പോൾ ഇവിടെ അല്ലാഹുമ്മ ആഅ്തി മിൻഫകൻ ഖലഫ ആഅ്തി മിംസകൻ തലഫ എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ വലിപ്പാണ് രണ്ട് സെൻറ്റൻസിനും. അങ്ങനെ ആവുന്നതാണ് ഏറ്റവും നല്ല സജ്. ഇനിയും പിന്നെ ഒരേ വലിപ്പമായിട്ടില്ലെങ്കിലും അവസാനിക്കുന്നത് ഒരേ അക്ഷരത്തിലാണെങ്കിൽ അതിനെ സജ് എന്ന് പറയും. പക്ഷേ ഏറ്റവും നല്ല സജ് ആവുക ഇങ്ങനെ രണ്ടും ഒരേ വലിപ്പമാകുമ്പോഴാണ്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.